സമീപകാലത്തുണ്ടായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ചൈന പാകിസ്ഥാന് ധാരാളം യുദ്ധോപകരണങ്ങൾ നൽകിയിരുന്നു എന്ന വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോയ മറ്റൊരു വാർത്തയായിരുന്നു ചൈനീസ് ഉപഗ്രഹങ്ങളുടെ കൂട്ടം പാകിസ്ഥാന് നൽകിയ പിന്തുണ. വാസ്തവത്തിൽ ചൈനീസ് ബഹിരാകാശ ആസ്തികളുടെ സഹായത്തോടെ പാകിസ്ഥാൻ നേടിയെടുത്തതായി പറയപ്പെടുന്ന അന്വേഷണങ്ങളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതിന് പിന്നിലെ കാരണമെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ബഹിരാകാശ ആസ്തികളുടെ കാര്യത്തിൽ ചൈന വളരെയധികം മുന്നിലാണ്. നമ്മളെക്കാൾ 4 മുതൽ 5 മടങ്ങ് കൂടുതൽ ആസ്തിയാണ് ചൈനയ്ക്കുള്ളത്. ചൈനക്കാർക്ക് 7 ജിയോ സ്റ്റേഷനറി ഉപഗ്രഹങ്ങളുണ്ട്. അവർക്ക് എല്ലായ്പ്പോഴും കാണാൻ കഴിയും, എന്നാൽ റെസൊല്യൂഷൻ കുറവാണ്. എന്നാൽ അവരുടെ സമുദ്ര സുരക്ഷയ്ക്ക് ഇവ നിർണായകമായ ഉപഗ്രഹങ്ങളുമാണ്. അതായത് ചൈനയുടെ ഒരു ബഹിരാകാശ വാസ്തുവിദ്യ നോക്കുകയാണെങ്കിൽ താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങൾ മുതൽ ഭൂഗർഭ നിയന്ത്രണ സ്റ്റേഷനുകൾ വരെയുള്ള നിരവധി തലങ്ങളിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ചൈനയ്ക്കുള്ളത്. ഇവയെല്ലാം കൂടി പരസ്പരം ബന്ധിപ്പിച്ച് ഒരു പ്രതിരോധ ശേഷിയുള്ള ശൃംഖലയാണ് ചൈന രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ചൈന ഏകദേശം 5330 ഉപഗ്രഹങ്ങളുമായി ഭ്രമണപഥത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഏകദേശം 11,655 ഉപഗ്രഹങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. തൊട്ടു പിന്നിലുള്ളത് റഷ്യയാണ്. ഏകദേശം 7,187 ഉപഗ്രഹങ്ങളാണ് റഷ്യയ്ക്കുള്ളത്. ചൈനയുടെ ഈ 5330 ഉപഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യക്ക് ഏകദേശം 218 ഉപഗ്രഹങ്ങളാണുള്ളത്. ഇങ്ങനെ ചൈന പ്രവർത്തിപ്പിക്കുന്ന സൈനിക നിരീക്ഷണ ഉപഗ്രഹങ്ങളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തുക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. എന്നാൽ ഓപ്പൺ സോഴ്സ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ചൈനയ്ക്ക് ഏകദേശം 30 മുതൽ 40 വരെ സജീവ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ്. ഇവയിൽ ഭൂരിഭാഗവും യാഗൻ പരമ്പരയിൽ നിന്നുള്ളവയാണ്. ചൈനീസ് സൈന്യത്തിന് ഇമേജിങ്ങും മറ്റു തരത്തിലുള്ള സിഗ്നൽ ഇന്റലിജൻസും നൽകുന്നതിനായി പ്രത്യേകമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പല ഉപഗ്രഹങ്ങൾക്കും ഇരട്ട ഉപയോഗം ഉള്ളതുകൊണ്ട് തന്നെ ചില ആസ്തികൾ ചൈനീസ് സർക്കാർ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ സൈനിക ഉപഗ്രഹങ്ങളുടെ എണ്ണം കൂടുതൽ തന്നെയായിരിക്കും. ഈ യാഗൻ ഉപഗ്രഹം എന്ന് പറയുന്നത് 2023 ഡിസംബർ 15 റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ യാഗൻ 41 അതായത് ജിയോ സ്റ്റേഷനറി ഭ്രമണപഥത്തിലേക്ക് ചൈന വിക്ഷേപിക്കുന്നു. പസഫിക്, ഇന്ത്യൻ മഹാസമുദ്രങ്ങൾ, തായ്വാൻ, മെയിൻലാൻഡ് ചൈന എന്നിവയുടെ തുടർച്ചയായ നിരീക്ഷണം ഈ ഉപഗ്രഹം നടത്തുന്നുണ്ട്. ഇത് ചൈനയുടെ ഒരു നിരീക്ഷണ ഉപഗ്രഹം തന്നെയാണ്. എന്നാൽ ചൈനീസ് സർക്കാർ പറയുന്നത് ഇത് വിളവ് നോക്കുന്നതിനും പരിസ്ഥിതി മാനേജ്മെന്റ്, കാലാവസ്ഥാ പ്രവചനം, ദുരന്ത പ്രതിരോധം എന്നിവയ്ക്കായിട്ടുള്ള ഒരു സിവിലിയൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് എന്നാണ്. എന്നാൽ മറ്റ് ചൈനീസ് നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്കൊപ്പം ഈ യാഗൻ 41 ചൈനയ്ക്ക് ഇന്തോ പസഫിക് മേഖലയിലുടനീളമുള്ള ചെറിയ വസ്തുക്കളെ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും അഭൂതപൂർവമായ ഒരു കഴിവ് നൽകുന്നുണ്ട് എന്നാണ് പാശ്ചാത്യ വിശകലന വിദഗ്ധർ പറയുന്നത്. ഇത് അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും മേഖലയിലെ നാവിക വ്യോമസേനകളെ അപകടത്തിലാക്കുന്നുമുണ്ട്. LEOയിൽ അതായത് ലോ എർത്ത് ഓർബിറ്റിലേക്ക് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നത് എളുപ്പവും വില കുറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം നിരീക്ഷണ ഉപഗ്രഹങ്ങളും താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ LEOയിലെ ഉപഗ്രഹങ്ങൾ ഭൂമിയോട് അടുത്തായതിനാൽ കൂടുതൽ വ്യക്തതയുള്ള റെസല്യൂഷൻ ആണ് നൽകുന്നത്. എന്നാൽ LEO ഉപഗ്രഹങ്ങളുടെ പ്രധാന പോരായ്മ തുടർച്ചയായിട്ടുള്ള ഒരു അഭാവമാണ്. ഇത് നിരീക്ഷണത്തിന് പ്രധാനമാണ്. അതായത് LEOയിലെ ഒരു ഉപഗ്രഹം ഭൂമിയെ ചുറ്റാൻ 2 മണിക്കൂറിൽ താഴെ സമയമെടുക്കും. ആയതിനാൽ ഭൂമിയിലെ ഒരു നിശ്ചിത സ്ഥലത്തെക്കുറിച്ച് മിനിറ്റ് മാത്രമേ അതിന് നിരീക്ഷിക്കാൻ കഴിയൂ. കൂടാതെ ഓർബിറ്റൽ മെക്കാനിക്സ് കാരണം ആ ഉപഗ്രഹം വീണ്ടും അതേ സ്ഥലത്ത് എത്താൻ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുത്തേക്കാം. മറുവശത്തെ ഈ ജിയോ ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങൾ ഭൂമിയുടേതിന് സമാനമായ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അതായത് അവ ഭൂമിയെ നിശ്ചലമായി കാണുന്നത് പോലെയാണ് കാണുന്നത്. യാഗൻ 41 പോലുള്ള ഒരു ഉപഗ്രഹത്തിന് ഒരു സ്ഥലത്തിന്റെ തുടർച്ചയായ കാഴ്ച ജിയോ മാത്രമേ നൽകുന്നുള്ളൂ. 36,000 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു ജിയോ ഉപഗ്രഹത്തിന് ഭൂമിയുടെ ഉപരിതലത്തിന്റെ പകുതിയോളം കാണാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ നേട്ടം. ഇതാണ് ചൈനയുടെ മിസൈൽ സേനയെ പിന്തുണയ്ക്കുന്നതിൽ ഈ യാഗൻ ഉപഗ്രഹങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നത്. ദീർഘദൂര ബാലിസ്റ്റിക്, ക്രൂയിസ് മിസൈലുകളുടെ കൃത്യമായ ലക്ഷ്യത്തിനാവശ്യമായ ഡേറ്റ എന്നിവയൊക്കെ ഇത് നൽകുന്നുണ്ട്. നിരവധി ജിയോ സിൻക്രണസ് ഉപഗ്രഹങ്ങളുണ്ട്. എന്നാൽ അവ പ്രധാനമായും കാലാവസ്ഥാ പ്രവചനത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. വലിയ മേഘ രൂപീകരണങ്ങളും കൊടുങ്കാറ്റുകളും ട്രാക്ക് ചെയ്യുന്നതിനും കുറഞ്ഞ റെസല്യൂഷനുള്ള റിമോട്ട് സെൻസിംഗ് സംവിധാനങ്ങൾ ഇവ ഉപയോഗിക്കുന്നു.
ചൈനയും ഇന്ത്യയും മാത്രമാണ് ഉയർന്ന റെസൊല്യൂഷൻ ഒപ്റ്റിക്കൽ ജിയോ ഉപഗ്രഹങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ സിസ്റ്റത്തിന് മൾട്ടി സ്പെക്ട്രൽ പേലോഡ് ഉണ്ട്. അതായത് ചൈനയെ പോലുള്ള ഒരു എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ ദൃശ്യപ്രകാശ ഒപ്റ്റിക്കൽ ഇമേജർ ആണ് ഇന്ത്യക്ക് നൽകുന്നത്. ഇങ്ങനെ ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ശേഷി എന്ന് പറയുന്നത് നിലവിൽ അപര്യാപ്തം തന്നെയാണ്. അതെ, ഇന്ത്യയേക്കാൾ 4 മുതൽ 5 മടങ്ങ് കൂടുതലാണ് ചൈനയുടെ ആസ്തി. എന്നാൽ ഇത്രയധികം ബഹിരാകാശ ആസ്തികൾ ഉണ്ടായിരുന്നിട്ടും S-400 പോലുള്ള ഇന്ത്യയുടെ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം പോലുള്ള പ്രധാന ഇന്ത്യൻ ആസ്തികളെ കൃത്യമായി കണ്ടെത്താൻ പാകിസ്ഥാനെ സഹായിക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, കാർഗിൽ യുദ്ധസമയത്താണ് പാകിസ്ഥാൻ കലാപകാരികളെ അവരുടെ ഉറച്ച സ്ഥാനങ്ങളിൽ നിന്ന് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ അമേരിക്ക ഇന്ത്യക്ക് GPS നിഷേധിച്ചിരുന്നു. ഇത് ഇന്ത്യയിലെ സൈനികരെ നിരാശരാക്കി. യുദ്ധത്തിൽ ബഹിരാകാശ ആസ്തികളുടെ തന്ത്രപരമായ പ്രാധാന്യം ഇവിടെയാണ് ഇന്ത്യ മനസ്സിലാക്കിയത്. അങ്ങനെ 2019 ഇന്ത്യ ഡിഫൻസ് സ്പേസ് ഏജൻസി സ്ഥാപിക്കുന്നു. ഇതൊരു പൂർണ്ണ സ്പേസ് കമാൻഡായി പരിണമിക്കാനുള്ള പദ്ധതിയും ഇടുന്നു. അടുത്ത 7 മുതൽ 8 വർഷത്തിനുള്ളിൽ സ്വകാര്യ മേഖലയുടെ സജീവ പങ്കാളിത്തത്തോടെ ചെറുതും വലുതുമായ 100-ലധികം സൈനിക ഉപഗ്രഹങ്ങൾ ഇന്ത്യക്ക് ലഭിക്കും എന്നാണ് വ്യോമസേന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വ്യോമസേന ഇപ്പോൾ ആക്രമണപരവും പ്രതിരോധപരവുമായ വ്യോമാക്രമണങ്ങളിൽ നിന്ന് ബഹിരാകാശ മേഖലയിലെ പ്രവർത്തനങ്ങളിലേക്ക് ക്രമേണ അതിന്റെ ദൗത്യവ്യാപ്തി വികസിപ്പിക്കുകയാണ്. ഈ പരിവർത്തനത്തിന്റെ ഭാഗമായി നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അതായത് IACCS, ഇന്റഗ്രേറ്റഡ് എയർ ആൻഡ് സ്പേസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അതായത് ISSCCS ആയി പരിണമിക്കും. ഇപ്പോൾ 749 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന 436 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം ശത്രു റഡാറുകൾ പുറപ്പെടുവിക്കുന്ന വൈദ്യുത കാന്തിക സിഗ്നലുകൾ കണ്ടെത്തി അവയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ ഇന്ത്യൻ സായുധ സേനയെ സഹായിക്കുന്നു. ഏകദേശം 8 വർഷമായി നിർമ്മാണത്തിലിരിക്കുന്ന ഇത് പ്രത്യേകിച്ച് സൈനിക റഡാറുകളുടെ വൈദ്യുത കാന്തിക സിഗ്നലുകൾ കണ്ടെത്താനും സ്വഭാവ രൂപീകരണത്തിനും കഴിവുള്ള ഉപകരണങ്ങളാണ് വഹിക്കുന്നത്. ഇങ്ങനെ ഇന്ത്യയുടെ മുൻനിര രഹസ്യാന്വേഷണ ശേഖരണ ഉപഗ്രഹമാണ് എമിസാറ്റ്. ഇതിപ്പോൾ അധിനിവേശ ടിബറ്റിലെ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സ്ഥാനങ്ങളാണ് നിരീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ 2019 ഇന്ത്യ വിക്ഷേപിച്ച ഒരു ഏലിയന്റ് ഉപഗ്രഹം, ഇത് അരുണാചൽ പ്രദേശത്തിനടുത്തുള്ള ടിബറ്റിലെ PLA സ്ഥാനത്തിന് മുകളിലൂടെ കടന്നു പോകുന്നതിലൂടെ അതിന്റെ ഉപയോഗക്ഷമത കാണിക്കുന്നു. അമേരിക്ക, ലിത്വാനിയ, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എമിസാറ്റ് ഉൾപ്പെടെ 29 ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വികസന സംഘടന വിക്ഷേപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ ഇതിനുവേണ്ടി സ്വകാര്യ മേഖലയ്ക്ക് ഇടം തുറന്നു കൊടുത്തിരിക്കുകയാണ്. 2024 രാജ്യത്തിനായി സൈനിക ഗ്രേഡ് ചാര ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ സ്വകാര്യ കമ്പനികളെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് നിർമ്മിച്ച ഈ പരമ്പരയിലെ ആദ്യത്തെ 2024 ഏപ്രിലിൽ വിക്ഷേപിക്കുകയും ചെയ്തു. സൈനിക നീക്കങ്ങൾ മുതൽ 500 കിലോമീറ്റർ ഉയരത്തിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണങ്ങൾ വരെയുള്ള സംഭവ വികാസങ്ങൾ രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങൾ നിരീക്ഷിക്കുന്നുമുണ്ട്. ഒരു സൈനിക സംഘടന സമയത്തെ ശത്രു ആസ്തികളെ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ അവയെ ലക്ഷ്യമിടാനും ഇന്ത്യക്ക് ഈ വിവരങ്ങൾ സഹായകരമാണ്. ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യ റഡാർ ഇമേജിംഗ് ഉപഗ്രഹങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. 2019 ഉപഗ്രഹങ്ങളുടെ എണ്ണം 12-ൽ നിന്ന് 16 ആയിട്ടാണ് വർദ്ധിപ്പിച്ചത്. 2019 മെയ് മാസത്തിലാണ് ഇന്ത്യ റിസാറ്റ് 2B വിക്ഷേപിക്കുന്നത്. ഈ പരമ്പരയിലെ 3ാമത്തെ ഉപഗ്രഹമായിരുന്നു ഇത്. കൂടാതെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു എക്സ്ബാൻഡ് റഡാറും ഇതിൽ ഘടിപ്പിച്ചിരുന്നു. ഏകദേശം 0.5 by 0.3 മീറ്റർ റെസൊല്യൂഷനുള്ള ഉയർന്ന റെസൊല്യൂഷൻ സ്പോട്ട് ഇമേജുകൾ ലഭിക്കുന്നതിന് ഈ ഉപഗ്രഹം ഉപയോഗിക്കുന്നു. ഇതിന് ഏകദേശം 5 വർഷത്തെ ദൗത്യ ആയുസുണ്ട്. അതേപോലെ തന്നെ 2019 ഡിസംബറിൽ SDSC-യിൽ നിന്ന് റിസാറ്റ് 2B R1 വിക്ഷേപിച്ചു. ഈ ഉപഗ്രഹത്തിനും 5 വർഷത്തെ ദൗത്യ ആയുസുണ്ട്. വെറും 0.35 മീറ്റർ റെസൊല്യൂഷനുള്ള സമാന ആവശ്യങ്ങൾക്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ബഹിരാകാശത്ത് നിന്ന് ചാരവൃത്തി നടത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 52 ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം നിർമ്മിക്കാനാണ് ഇന്ത്യൻ സൈന്യം ക്രമേണ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇന്ത്യയിലുടനീളം കൃത്യമായ സ്ഥാനനിർണയ സേവനങ്ങൾ നൽകാനും അതിർത്തികൾക്കപ്പുറം 1500 കിലോമീറ്റർ വരെ വ്യാപിപ്പിക്കാനും ലക്ഷ്യമിടുന്ന വമ്പൻ പദ്ധതിയുമായും ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്നുമുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷത്തിൽ ചൈനീസ് ബഹിരാകാശ ആസ്തികളുടെ സഹായവും പാകിസ്ഥാന് ലഭിച്ചിരുന്നു. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.